കമ്പ്യൂട്ടർ മെമ്മറി പാർട്ട് 4. ഈ പാർട്ട് 4 നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാഷ് മെമ്മറി. കമ്പ്യൂട്ടറിൽ 3 തരം മെമ്മറി ഉണ്ട്: പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി, ക്യാഷ് മെമ്മറി. കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെമ്മറിയാണ് പ്രൈമറി മെമ്മറി. ആ പ്രൈമറി മെമ്മറിയിൽ റാമും റോമും ഉണ്ട്. സെക്കൻഡറി മെമ്മറിയിൽ ഹാർഡ് ഡിസ്ക്, CD റോം, DVD, പണ്ടുണ്ടായിരുന്ന ഫ്ലോപ്പി ഡിസ്ക്, പണ്ടത്തെ മാഗ്നറ്റ് ടേപ്പ്, പെൻഡ്രൈവ്, അങ്ങനെയൊക്കെ ഒരുപാട് സെക്കൻഡറി മെമ്മറീസ് ഉണ്ട്. സെക്കൻഡറി മെമ്മറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെക്കൻഡറി മെമ്മറിയാണ് ഹാർഡ് ഡിസ്ക്. കാരണം ഹാർഡ് ഡിസ്കിലാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഒക്കെ ലോങ് ഡ്യൂറേഷനിൽ സേഫ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ 2 മെമ്മറിയും കൂടാതെ മൂന്നാമത്തെ ഒരു മെമ്മറി ഉണ്ട്, ക്യാഷ് മെമ്മറി. കമ്പ്യൂട്ടറിന് ശരിക്കും വർക്ക് ചെയ്യാനായിട്ട് പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും മതി. കാരണം സെക്കൻഡറി മെമ്മറിയിൽ ലോങ് ഡ്യൂറേഷനിൽ നമ്മൾ ഡാറ്റയും പ്രോഗ്രാമും സ്റ്റോർ ചെയ്തിരിക്കുന്നു. അത് ആവശ്യമുള്ളപ്പോൾ പ്രൈമറി മെമ്മറിയിൽ കൊണ്ടുവയ്ക്കും. പ്രൈമറി മെമ്മറിയിൽ നിന്ന് പ്രോസസറിനെടുത്ത് പ്രോസസ് ചെയ്യാം. ഇതാണ് സിറ്റുവേഷൻ. പക്ഷെ ഇവിടെ പ്രോസസറിന്റെ സ്പീഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈമറി മെമ്മറിയുടെ സ്പീഡ് കുറവാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ അഡ്വാൻസ്ഡ് പ്രോസസ്സേഴ്സ് വന്നപ്പോൾ പ്രൈമറി മെമ്മറി ഇന്ന് ഡാറ്റ എടുക്കാൻ വേണ്ടി കൂടുതൽ താമസം നേരിട്ടു, അല്ലെങ്കിൽ പ്രോസസ്സറിന് അവിടെ കൂടുതൽ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ആ ഒരു വെയിറ്റിംഗ് ടൈം കുറയ്ക്കാൻ വേണ്ടി പ്രൈമറി മെമ്മറിക്കും പ്രോസസ്സറിനും ഇടയ്ക്ക് ഒരു ഹൈ സ്പീഡ് മെമ്മറി വെക്കുന്നു. ആ ഒരു കോൺസെപ്റ്റ് ആണ് ക്യാഷ് മെമ്മറി. അപ്പൊ പ്രോസസ്സറിനും പ്രൈമറി മെമ്മറിക്കും ഇടയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു ഹൈ സ്പീഡ് മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. ഈ ക്യാഷ് മെമ്മറി വന്ന കോൺസെപ്റ്റ് ഇങ്ങനെ ആയിരുന്നെങ്കിലും ഇപ്പോൾ ഈ ക്യാഷ് മെമ്മറി പ്രോസസ്സറിന്റെ അകത്തുമുണ്ട്. നമ്മൾ നോക്കും L1 ക്യാഷ് എന്നൊക്കെ പറഞ്ഞ് ബിൽറ്റ് ഇൻ ക്യാഷ് മെമ്മറി പ്രോസസർ പാക്ക് ചെയ്യാനകത്തുണ്ട്. അതേപോലെ പ്രോസസർ പാക്ക് ചെയ്യാൻ വെളിയിലൊക്കെ ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്യാഷ് മെമ്മറി കോൺസെപ്റ്റ് വരാനുള്ള സിറ്റുവേഷൻ ഇതാണ്: പ്രൈമറി മെമ്മറിയുടെ സ്പീഡ് പ്രോസസറിന്റെ സ്പീഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രോസസറിന് പലപ്പോഴും ഡാറ്റ നേരിട്ട് പ്രൈമറി മെമ്മറിയിൽ നിന്ന് എടുക്കാൻ നോക്കുവാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞാൽ പ്രോസസ്സിങ് സ്ലോ ആവും. അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൈമറി മെമ്മറിയേക്കാൾ സ്പീഡ് കൂടിയൊരു മെമ്മറി അവൈലബിൾ ആവണം. അവിടുന്ന് പ്രോസസർ എടുക്കണം. അപ്പം പ്രൈമറി മെമ്മറിയേക്കാൾ സ്പീഡ് കൂടിയ ഒരു മെമ്മറി, പ്രോസസറിന് ഡേറ്റയും ഇൻസ്ട്രക്ഷനും അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രൈമറി മെമ്മറിയിൽ നിന്ന് എടുക്കേണ്ടത് അത് കുറച്ചും കൂടെ എളുപ്പത്തിൽ അല്ലെങ്കിൽ സ്പീഡിൽ എടുക്കാൻ വേണ്ടി ഉള്ള ഒരു ഹൈ സ്പീഡ് മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. അപ്പൊ ക്യാഷ് മെമ്മറി വന്ന കോൺസെപ്റ്റ് സിപിയുനും പ്രൈമറി മെമ്മറിക്കും ഇടയ്ക്ക് ക്യാഷ് മെമ്മറി, പിന്നെ പ്രൈമറി മെമ്മറി കഴിഞ്ഞിട്ട് സെക്കൻഡറി മെമ്മറി. ഈ ഒരു കോൺസെപ്റ്റ് ആണ് ഉള്ളത്. Cache memory is a high-speed memory that is placed in between the main memory and the processor. മെയിൻ മെമ്മറി എന്ന് വെച്ചാൽ പ്രൈമറി മെമ്മറിക്കും പ്രോസസ്സറിനും ഇടയ്ക്ക് വയ്ക്കുന്ന ഒരു ഹൈ സ്പീഡ് മെമ്മറിയാണ് നമ്മൾ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. കാരണം ഈ ഹൈ സ്പീഡ് മെമ്മറി വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സറിന് വളരെ പെട്ടെന്ന് ഡാറ്റ ഇൻസ്ട്രക്ഷനും ഒക്കെ ക്യാഷ് മെമ്മറിയിൽ നിന്ന് എടുക്കാം. അതേസമയം പ്രൈമറി മെമ്മറി നേരിട്ട് എടുക്കാൻ പോയാൽ പ്രൈമറി മെമ്മറിയുടെ വർക്കിംഗ് സ്പീഡ് പ്രോസസറിന്റെ വർക്കിംഗ് സ്പീഡിനെക്കാളും കുറവായത് കാരണം പ്രോസസ്സറിന് കൂടുതൽ സമയത്ത് വെയിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ അവിടെ പ്രോസസറിന്റെ വെയിറ്റിംഗ് ടൈം കൂടും. അത് അതിന്റെ പെർഫോമൻസിനെ ബാധിക്കും. അതുകൊണ്ട് മൈക്രോ പ്രോസസറിന്റെ പെർഫോമൻസിനെ അധികം ബാധിക്കുന്നത് തടയാൻ വേണ്ടി പ്രൈമറി മെമ്മറിക്കും പ്രോസസ്സറിനും ഇടയ്ക്ക് ഒരു ഹൈ സ്പീഡ് മെമ്മറി വെച്ചു. അങ്ങനത്തെ ഒരു ഹൈ സ്പീഡ് മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. ഇറ്റ് ഈസ് എ റാൻഡം ആക്സസ് മെമ്മറി. നമ്മൾ നേരത്തെ റാൻഡം ആക്സസ് മെമ്മറി പറഞ്ഞു. അതിൽ നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിക് റാമും ഉണ്ട്, ഡൈനാമിക് റാമും ഉണ്ട്. അതിൽ ഇപ്പോൾ ഉള്ള കമ്പ്യൂട്ടറിലൊക്കെ പ്രൈമറി മെമ്മറി DRAM, ഡൈനാമിക് റാമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ക്യാഷ് മെമ്മറിയിൽ ഇപ്പോൾ സ്റ്റാറ്റിക് റാം ടെക്നോളജി യൂസ് ചെയ്ത് ക്യാഷ് മെമ്മറി ഉണ്ടാക്കുന്നുണ്ട്. അത് മറ്റേതിനേക്കാൾ സ്പീഡ് കൂടുതലാണ്. റാമിനൊക്കെ ഡൈനാമിക് റാം ടെക്നോളജിയേക്കാളും സ്പീഡ് കൂടുതലാണ് സ്റ്റാറ്റിക് റാം. ഇവിടെ കുറച്ചും കൂടെ സ്പീഡിൽ വർക്ക് ചെയ്യും. The advantage of cache memory is that microprocessor can access it quickly. പ്രൈമറി മെമ്മറിയിൽ നിന്ന് ഡാറ്റ എടുക്കുന്നതിനേക്കാളും വളരെ കൂടിയ സ്പീഡിൽ ക്യാഷ് മെമ്മറിയിൽ നിന്ന് ഡാറ്റ എടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ
മൈക്രോ പ്രോസസറിന് വളരെ സ്പീഡിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ മൈക്രോ പ്രോസസറിന് വെയിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ കുറയും എന്ന് പറഞ്ഞാൽ അവിടെ അപ്പം ഓവറോൾ പെർഫോമൻസിൽ ഒരു ഇൻക്രീസ് വരും. അങ്ങനെ മൈക്രോ പ്രോസസറിന് വെയിറ്റ് സ്റ്റേറ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ വെയിറ്റിംഗ് ടൈം കുറയ്ക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിട്ടാണ് പ്രൈമറി മെമ്മറിക്കും സെക്കൻഡറി മെമ്മറിക്കും ഇടയ്ക്ക് നമ്മൾ ഈ ക്യാഷ് മെമ്മറി എന്ന് പറയുന്ന ഹൈ സ്പീഡ് മെമ്മറി വയ്ക്കുന്നത്. Microprocessor first looks at the cache memory for data, and if the data is not there in the cache memory, then the processor looks in the main memory. Microprocessor cache memory ഉള്ള ഒരു കോൺസെപ്റ്റില് മൈക്രോപ്രോസസർ ആദ്യം cache memory നോക്കും. cache മെമ്മറിയിൽ ഡേറ്റ ഉണ്ടെങ്കിൽ അവിടുന്ന് എടുക്കും. അതേസമയം cache memory ഡേറ്റ ഇല്ലെങ്കിൽ അത് പഴയ പോലെ പ്രൈമറി മെമ്മറി എടുക്കും. അപ്പോൾ എപ്പോഴും മൈക്രോപ്രോസസർ ആദ്യം cache memory നോക്കും. cache മെമ്മറിയിൽ ഡേറ്റ ഉണ്ടെങ്കിൽ അവിടുന്ന് എടുക്കും. അതേസമയം cache memory ഡേറ്റ ഇല്ലെങ്കിൽ അത് പ്രൈമറി മെമ്മറി എടുക്കും. When the required data is available in the cache, it is called a hit. And if the required data is not in the cache, then it is called a miss. പ്രോസസറിന് അടുത്ത് ആവശ്യമുള്ള ഡേറ്റ ഓൾറെഡി ക്യാഷ് മെമ്മറിയിൽ ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷനാണ് ഹിറ്റ്. അങ്ങനെയാണെങ്കിൽ പ്രോസസറിന് നേരിട്ട് ക്യാഷ് മെമ്മറിയിൽ നിന്ന് എടുക്കാം. എന്ന് പറഞ്ഞാൽ ഹിറ്റ് സിറ്റുവേഷൻ ആണെങ്കിൽ പ്രോസസറിന് നേരിട്ട് ക്യാഷ് മെമ്മറിയിൽ നിന്ന് എടുക്കാം. അതേസമയം പ്രോസസറിന് ആവശ്യമുള്ള ഡേറ്റ ഓൾറെഡി ക്യാഷ് മെമ്മറിയിൽ ഇല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ മിസ് എന്ന് പറയുന്നത്. അങ്ങനെ മിസ് സിറ്റുവേഷൻ വന്നാൽ ക്യാഷ് മെമ്മറിയിൽ ഡേറ്റ ഇല്ല, അപ്പൊ പ്രോസസറിന് പ്രൈമറി മെമ്മറി എടുക്കേണ്ടി വരും. അപ്പം ക്യാഷ് മെമ്മറിയുടെ എഫക്റ്റീവ്നെസ് വരണം എന്നുണ്ടെങ്കിൽ അവിടെ ഹിറ്റ് സിറ്റുവേഷൻ വരണം. പ്രോസസറിന് ആവശ്യമുള്ള ഡേറ്റ ക്യാഷ് മെമ്മറിയിൽ ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷനാണ് ഹിറ്റ് എന്ന് പറയുന്നത്. അതേസമയം പ്രോസസറിന് ആവശ്യമുള്ള ഡേറ്റ ഇപ്പോൾ ക്യാഷ് മെമ്മറിയിൽ ഇല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ മിസ് എന്ന് പറയുന്നത്. In case of hit, processor will take the data directly from cache. ഹിറ്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പ്രോസസറിന് ആവശ്യമുള്ള ഡേറ്റ ഓൾറെഡി പ്രൈമറി മെമ്മറിയിൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രോസസറിന് നേരിട്ട് ക്യാഷ് മെമ്മറിയിൽ നിന്ന് തന്നെ ഡേറ്റ എടുക്കാം. In the case of miss, processor will take the data from primary memory. അതേസമയം മിസ് എന്ന് പറഞ്ഞ സിറ്റുവേഷനിലാണെങ്കിൽ പ്രോസസറിന് ഡേറ്റ ക്യാഷ് മെമ്മറിയിൽ അവൈലബിൾ അല്ല, അപ്പൊ അത് പ്രൈമറി മെമ്മറിയിൽ നിന്ന് എടുക്കും. അപ്പോൾ ഹിറ്റ് സിറ്റുവേഷൻ ആണെങ്കിൽ പ്രോസസർ ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് മെമ്മറിയിൽ നിന്ന് എടുക്കും. അതേസമയം മിസ് സിറ്റുവേഷൻ ആണെങ്കിൽ പ്രോസസർ ഡേറ്റ പ്രൈമറി മെമ്മറിയിൽ നിന്ന് എടുക്കും. Using a proper size cache and a good logic to guess the next data that is needed by the CPU, the cache can contain the needed data 90% of the time. ഇവിടെ ക്യാഷ് മെമ്മറിയുടെ സൈസ് ഒരു പ്രോപ്പർ സൈസ്, ഒരു സാമാന്യം നല്ല സൈസ് ഉള്ള ഒരു ക്യാഷ് മെമ്മറിയും അതേപോലെ ഒരു ഗുഡ് ലോജിക് എന്ന് പറഞ്ഞാൽ പ്രോസസറിന് അടുത്ത് ഏതൊക്കെ ഡേറ്റ ആവശ്യം വരും എന്ന് നേരത്തെ ഗസ് ചെയ്യാൻ പറ്റിയാൽ ആ ഡേറ്റ നമുക്ക് ഓൾറെഡി ക്യാഷ് മെമ്മറി കൊണ്ടുവയ്ക്കാം. അങ്ങനെ ക്യാഷ് മെമ്മറി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പ്രോസസർ നോക്കുമ്പോൾ ക്യാഷ് മെമ്മറി ഡേറ്റ കാണും എന്ന് പറഞ്ഞാൽ അവിടെ ഹിറ്റ് സിറ്റുവേഷൻ വരാനുള്ള സാധ്യത കൂടും. ഹിറ്റ് സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു ലോജിക്കിന് ഇവിടെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അടുത്ത് പ്രോസസറിന് ഏത് ഡേറ്റ ആവശ്യം വരും എന്ന് ഗസ് ചെയ്യുന്ന ലോജിക്ക്. ആ ലോജിക് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രോസസറിന് ഏതൊക്കെ ഡേറ്റ ആവശ്യം വരുന്നുള്ള നേരത്തെ മനസ്സിലാക്കാം. ആ ഡേറ്റ അപ്പോൾ തന്നെ നമുക്ക് ക്യാഷ് മെമ്മറി കൊണ്ടുവയ്ക്കാം. അങ്ങനെ ക്യാഷ് മെമ്മറിയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പ്രോസസറിന് ആവശ്യമുള്ളപ്പം അത് ക്യാഷ് മെമ്മറി കാണും എന്ന് പറഞ്ഞാൽ ഹിറ്റ് സിറ്റുവേഷൻ വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു നല്ല ലോജിക്ക് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 90% ടൈമും നമുക്ക് ഹിറ്റ് സിറ്റുവേഷൻ വരുന്നു ഉറപ്പിക്കാം. 100% പറ്റിയില്ലെങ്കിലും 90% ടൈമും ഹിറ്റ് സിറ്റുവേഷൻ വരുന്നു നമുക്ക് ഉറപ്പിക്കാം. The logic that is used to guess the next required data by the processor plays a big role in the efficiency of the cache system. കാരണം ഇവിടെ ക്യാഷ് സിസ്റ്റം എഫിഷ്യന്റ് ആവണമെങ്കിൽ പ്രോസസറിന് അടുത്ത ആവശ്യം വരുന്ന ഡേറ്റയുടെ ക്യാഷ് കാണണം. ക്യാഷ് ഉണ്ടെങ്കിലേ ക്യാഷിൽ നിന്ന് എടുക്കാൻ പറ്റൂ. ക്യാഷിൽ നിന്ന് അങ്ങനെ എടുക്കുമ്പോൾ മാത്രമേ ക്യാഷിലെ ഓപ്പറേഷണൽ സ്പീഡ് കാരണം ഹൈ സ്പീഡ് എടുക്കാൻ പറ്റൂ. അതേസമയം
പ്രോസസറിന് അടുത്ത ആവശ്യമുള്ള ഡാറ്റ ഓൾറെഡി ക്യാഷ് മെമ്മറിയിൽ ഇല്ലെങ്കിൽ അത് പഴയ പോലെ പ്രൈമറി മെമ്മറിയിൽ നിന്ന് എടുക്കേണ്ടി വരും. അപ്പം പഴയ പോലെ പ്രൈമറി മെമ്മറിയിൽ നിന്ന് എടുക്കുമ്പോൾ ആ ഒരു സ്ലോനെസ് വീണ്ടും വരും. അപ്പൊ ഇവിടെ ക്യാഷിനുള്ള എഫക്റ്റ്, ക്യാഷ് മെമ്മറിയുടെ എഫക്റ്റ് വരണമെങ്കിൽ, അല്ലെങ്കിൽ ക്യാഷ് സിസ്റ്റത്തിന്റെ എഫക്റ്റ് വരണം എന്നുണ്ടെങ്കിൽ കഴിയുന്നിടത്തോളം ഇവിടെ ഹിറ്റ് സിറ്റുവേഷൻ വരണം. മിസ് വളരെ കുറവായിരിക്കണം. ഹിറ്റ് സിറ്റുവേഷൻ വരുന്ന പെർസെൻറ്റേജ് ആവണം കൂടിയിരിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഹിറ്റ് സിറ്റുവേഷൻ വരുന്ന പെർസെൻറ്റേജ് കൂടണമെന്നുണ്ടെങ്കിൽ ആ ഗസ്സിംഗ് ലോജിക്ക് കറക്റ്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ അടുത്ത പ്രോസസ്സറിന് ഏത് ഡേറ്റ വേണ്ടി വരും എന്ന് നേരത്തെ ഗസ് ചെയ്യണ ലോജിക്ക് കറക്റ്റ് ആയിരിക്കണം. കാരണം ആ ഗസ്സിങ് കറക്റ്റ് ആയിരുന്നാലേ ആ ഗസ്സിങ് അനുസരിച്ചുള്ള ഡേറ്റയാണ് ക്യാഷ് മെമ്മറി കൊണ്ട് വെക്കാൻ പോകുന്നത്. അപ്പൊ ഗസ്സിങ് കറക്റ്റ് ആയാലേ ശരിക്കുള്ള ഡേറ്റ ക്യാഷ് മെമ്മറി വരുള്ളൂ. അപ്പം ആ ലോജിക്കിന് വളരെ ക്രൂഷ്യൽ റോൾ ഉണ്ട്. ഈ ക്യാഷ് സിസ്റ്റത്തിന്റെ എഫക്റ്റീവ്നെസ് കാത്തു സൂക്ഷിക്കുന്നതിൽ ആ ലോജിക്കിന് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റോൾ ഉണ്ട്. The logic that is used to guess the next required data by the processor plays a big role in the efficiency of the cache system. Cache memory is not addressable by the user. യൂസറിന് നേരിട്ട് ക്യാഷ് മെമ്മറി ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് ക്യാഷ് മെമ്മറി ഈസ് നോട്ട് അഡ്രസ്സബിൾ ബൈ ദി യൂസർ. യൂസറിന് നേരിട്ട് അഡ്രസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല, ആക്സസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. Cache memory is much more expensive than main memory. Main മെമ്മറിയെക്കാളും ഹൈ ഓപ്പറേഷണൽ സ്പീഡ് ഉള്ളത് കാരണം പ്രൈമറി മെമ്മറിയെക്കാളും കൺസ്ട്രക്ഷണൽ പോയിന്റ് ഓഫ് വ്യൂല് കോസ്റ്റ് കൂടുതലാണ് ക്യാഷ് മെമ്മറി. അതുകൊണ്ട് തന്നെ പ്രൈമറി മെമ്മറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ക്യാഷ് മെമ്മറി എക്സ്പെൻസീവ് ആണ്. The transfer rate of data is high and so the speed is also high. എന്ന് പറഞ്ഞാൽ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റും ക്യാഷ് മെമ്മറിക്ക് കൂടുതലാണ്. പ്രൈമറി മെമ്മറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം പ്രൈമറി മെമ്മറിയെക്കാളും വളരെ കൂടുതൽ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് ക്യാഷ് മെമ്മറിക്കുണ്ട്. കാരണം ഇത്രയും ഹൈ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് ഉണ്ടെങ്കിലേ സി പി യുവിന്റെ സ്പീഡുമായിട്ട് അത് മാച്ച് ചെയ്ത് പോവുള്ളൂ. അപ്പം പ്രൈമറി മെമ്മറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ക്യാഷ് മെമ്മറിക്ക് ഹൈ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് ഉണ്ട്. അതാണ് ഇവിടെ ട്രാൻസ്ഫർ റേറ്റ് ഓഫ് ഡേറ്റ ഈസ് ഹൈ എന്ന് പറഞ്ഞിരിക്കുന്നത്. It holds frequently requested data and instructions so that they are immediately available to the CPU when needed. പ്രോസസ്സിംഗിന്റെ പോയിന്റ് ഓഫ് വ്യൂല് സി പി യുവിന് ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് ആവശ്യം വരുന്ന ഡേറ്റ ഇൻസ്ട്രക്ഷനും ആയിരിക്കും ഈ ക്യാഷ് മെമ്മറിയിൽ ഉള്ളത്. അപ്പം പല കേസിലും പ്രോഗ്രാമിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഈ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വരുമെങ്കിൽ റിപ്പീറ്റ് ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് വീണ്ടും യൂസ് ചെയ്യേണ്ടി വരും. അതെല്ലാം ക്യാഷ് മെമ്മറി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ അത് ക്യാഷ് മെമ്മറിയിൽ നിന്ന് വളരെ സ്പീഡിൽ തന്നെ പ്രോസസ്സറിന് എടുത്ത് പ്രോസസ് ചെയ്യാനായിട്ട് കഴിയും. Cache memory operates between 10 to 100 times faster than RAM, requiring only a few nanoseconds to respond to a CPU request. പ്രൈമറി മെമ്മറി റാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പം 10 മുതൽ 100 മടങ്ങ് വരെ കൂടുതൽ സ്പീഡിൽ ക്യാഷ് മെമ്മറിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ക്യാഷ് മെമ്മറി ഡേറ്റ എടുക്കാൻ വേണ്ടി നാനോ സെക്കൻഡ് റേഞ്ച് എടുക്കൂ. നാനോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 10⁻⁻⁹ ഓഫ് എ സെക്കൻഡ്. അപ്പൊ അത്ര ഹൈ സ്പീഡിൽ ക്യാഷ് മെമ്മറി പ്രവർത്തിക്കും. അപ്പൊ പ്രൈമറി മെമ്മറി റാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അതിനേക്കാളും 10 to 100 ടൈംസ് ഫാസ്റ്റർ ആയിട്ട് ക്യാഷ് മെമ്മറിക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ടൈപ്സ് ഓഫ് ക്യാഷ് മെമ്മറി: L1 cache, L2 cache, L3 cache. ഈ 3 തരം ക്യാഷ് മെമ്മറി ഉണ്ട്. L1 cache, L2 cache, L3 cache. L1 cache. L1 cache. L1 cache is the cache memory that is kept inside the processor. That means cache is a part of the processor. Processor packaging in അകത്ത് എന്നുവെച്ചാൽ പ്രോസസ്സറിനകത്ത് തന്നെ ക്യാഷ് മെമ്മറി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ മെമ്മറി എഴുതിയിരിക്കുന്നത് പ്രൈമറി മെമ്മറിയാണ്, റാം ആണ്. സി പി യു പാക്കേജിങ്ങിന്റെ അകത്ത് തന്നെ ക്യാഷ് മെമ്മറി ഉണ്ട്. സി പി യു പാക്കേജിങ് അല്ലെങ്കിൽ സി പി യുവിന്റെ അകത്ത് തന്നെ ക്യാഷ് മെമ്മറി ഉണ്ടെങ്കിൽ ആ ടൈപ്പ് ക്യാഷ് മെമ്മറിയാണ് നമ്മൾ L1 cache എന്ന് പറയുന്നത്.
L1 cache is the cache memory that is kept inside the processor. That means cache is a part of the processor. എന്ന് പറഞ്ഞാൽ cache memory പ്രോസസറിന്റെ ഭാഗമാണ്. This is also known as the primary cache. ഇതിനെ നമ്മൾ പ്രൈമറി cache എന്നും പറയും. പ്രോസസറിന് അകത്തുള്ള cache memory L1 cache അതിന് നമ്മൾ പ്രൈമറി cache എന്നും പറയും. As L1 cache is inside the processor, access time is less for L1 cache. L1 cache പ്രോസസറിനകത്താണ്, അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഡേറ്റ എടുക്കാനുള്ള സമയം അതിനെയാണ് നമ്മൾ ആക്സസ് ടൈം എന്ന് പറയുന്നത്. ആക്സസ് ടൈമും വളരെ കുറവാണ്. കാരണം ഒന്ന്, പ്രോസസറുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഇല്ലെന്ന് തന്നെ പറയാം, കാരണം പ്രോസസറിനകത്താണ്. രണ്ട്, പ്രോസസറിനകത്തായതുകൊണ്ട് തന്നെ പ്രോസസറിനകത്തുള്ള ഹൈ സ്പീഡ് ഡേറ്റ ബസ് യൂസ് ചെയ്ത് ഈ കാഷ് മെമ്മറി എന്നുള്ള ഡേറ്റ പ്രോസസറിന് എടുക്കാൻ പറ്റും. ഒന്ന്, പ്രോസസറുമായിട്ടുള്ള ഫിസിക്കൽ ഡിസ്റ്റൻസ് തന്നെ കുറവാണ്, ഓൾമോസ്റ്റ് ഇല്ലെന്ന് തന്നെ പറയാം, കാരണം L1 cache പ്രോസസറിനകത്താണ്. രണ്ട്, പ്രോസസറിനകത്തായതുകൊണ്ട് തന്നെ പ്രോസസറിന്റെ ഹൈ സ്പീഡ് ആയിട്ടുള്ള ഇന്റേണൽ ഡേറ്റ ബസ് യൂസ് ചെയ്ത് ഈ കാഷ് മെമ്മറിയുടെ ഡേറ്റ എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ L1 cache നിന്ന് ഡേറ്റ എടുക്കാനുള്ള ആക്സസ് ടൈം വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡിൽ തന്നെ പ്രോസസറിന് L1 cache-നകത്തുള്ള ഡേറ്റ എടുക്കാനായിട്ട് കഴിയും. The main limitation is the size, as this cache is made as part of the processor. ഇതാണ് ഇതിന്റെ ഒരു ഡ്രോബാക്ക്. L1 cache എന്ന് പറഞ്ഞാൽ പ്രോസസറിനകത്താണ് കാഷ് മെമ്മറി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നമ്മളെ റിക്വയർമെന്റ് അനുസരിച്ച് ആ കാഷ് മെമ്മറിയുടെ സൈസ് കൂട്ടാനായിട്ട് കഴിയത്തില്ല. അപ്പൊ സൈസ് ലിമിറ്റേഷൻ ഉണ്ട്. പ്രോസസർ മാനുഫാക്ചർ ചെയ്യുമ്പം അതിനകത്ത് കാഷ് മെമ്മറി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഫ്യൂച്ചറിൽ നമുക്ക് L1 cache-ന്റെ സൈസ് കൂട്ടണം എന്ന് വെച്ചാൽ അത് ഇമ്പോസിബിൾ ആണ്, കൂട്ടാൻ കഴിയുകയില്ല. ആ ഒരു ലിമിറ്റേഷൻ ആണ് ഈ കാഷ് മെമ്മറിക്കുള്ളത്. പ്രോസസർ പ്രൊവൈഡ് ചെയ്യുന്ന എത്ര സൈസ് കാഷ് ആണോ ആ കാഷ് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. Next, L2 cache. L2 cache is an external cache that is in between the processor and the main memory. പ്രോസസറിനും പ്രൈമറി മെമ്മറിക്കും ഇടയ്ക്ക് വെച്ചിരിക്കുന്ന കാഷ് മെമ്മറി L2 cache എന്ന് പറഞ്ഞാൽ പ്രോസസറിന് എക്സ്റ്റേണൽ ആണ്. L1 cache പ്രോസസറിന്റെ ഇന്റേണൽ ആയിരുന്നു, ഇവിടെ L2 cache പ്രോസസറിന് എക്സ്റ്റേണൽ ആണ്. പ്രോസസറിനും പ്രൈമറി മെമ്മറിക്കും ഇടയ്ക്ക് വെച്ചിരിക്കുന്ന കാഷ് മെമ്മറിയാണ് L2 cache. ഇറ്റ് ഈസ് കോൾഡ് സെക്കൻഡറി കാഷ്. L1 cache പ്രൈമറി കാഷ് എന്ന് പറഞ്ഞു, ഇവിടെ L2 cache എന്നുള്ളത് സെക്കൻഡറി കാഷ് ആണ്. ഇറ്റ് ഈസ് എക്സ്റ്റേണൽ ടു ദി പ്രോസസർ, പ്രോസസറിന് വെളിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ L1 cache-ആയിട്ട് കമ്പയർ ചെയ്യുമ്പം സ്പീഡ് കുറവായിരിക്കും. ഒന്ന്, പ്രോസസറുമായിട്ട് ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ട്. രണ്ട്, പ്രോസസറിന് വെളിയിലായതുകൊണ്ട് തന്നെ ഹൈ സ്പീഡ് ആയിട്ടുള്ള ഇന്റേണൽ ഡേറ്റാബേസ് ഇതിന് യൂസ് ചെയ്യാൻ കഴിയുകയില്ല. എക്സ്റ്റേണൽ ഡേറ്റാബേസ് യൂസ് ചെയ്യാൻ പറ്റൂ, അത് ഇന്റേണൽ ഡേറ്റാബേസിനെക്കാളും സ്ലോ ആണ്. അപ്പൊ L1 cache-നെക്കാളും സ്പീഡ് കുറവായിരിക്കും L2 cache. The advantage of L2 cache is that the size of L2 cache can be increased when required. ആണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. L1 cache പ്രോസസറിനകത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ആവശ്യമുള്ളപ്പോൾ നമുക്ക് L1 cache-ന്റെ സൈസ് കൂട്ടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെയല്ല. L2 cache പ്രോസസറിന്റെ വെളിയിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഇതിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യാം. പ്രോസസറിന് വെളിയിലായതുകൊണ്ട് തന്നെ ഇതിന്റെ സൈസ് നമുക്ക് ഫ്യൂച്ചറിൽ ഇൻക്രീസ് ചെയ്യാം. L2 cache is slower than L1 cache. നേരത്തെ പറഞ്ഞ പോലെ L2 cache അങ്ങനെ സ്ലോ ആണ്. കാരണം ഒന്ന്, കാഷ് മെമ്മറിയും L2 cache പ്രോസസറിന് വെളിയിലാണ് ഇരിക്കുന്നത്, എക്സ്റ്റേണൽ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ there is some physical distance between the processor and L2 cache. L2 cache-ഉം പ്രോസസറും തമ്മിൽ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൂടാതെ ഇത് പ്രോസസറിന് എക്സ്റ്റേണൽ ആയിട്ട് ആയതുകൊണ്ട് തന്നെ മൈക്രോ പ്രോസസറിന്റെ കുറച്ചും കൂടെ സ്പീഡ് കൂടിയ ഇന്റേണൽ ബസ് യൂസ് ചെയ്ത് L2 cache-ന് ആക്സസ് ചെയ്യാൻ കഴിയത്തില്ല. സ്വപ്പം കൂടെ സ്ലോ ആയിട്ടുള്ള എക്സ്റ്റേണൽ ബസ് യൂസ് ചെയ്യാൻ പറ്റൂ, അതുകൊണ്ട് തന്നെ സ്പീഡ് കുറവാണ്. അപ്പൊ എപ്പോഴും L1 cache-ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ L2 cache-ന്റെ സ്പീഡ് കുറവായിരിക്കും.
Next, L3 cache. L3 cache is a specialized cache that is used by the CPU and is usually built onto the motherboard and in certain special process within the CPU module itself. L3 cache എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് cache ആണ്. അത് CPU-ന്റെ അകത്ത് തന്നെ ബിൽറ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ മദർ ബോർഡിലും കാണും. എന്ന് പറഞ്ഞാൽ നേരത്തെയുള്ള L1 cache L2 cache-ന്റെയും കൂടെ ഒരു കമ്പൈൻഡ് പോലത്തെ ഒരു സിറ്റുവേഷൻ എടുക്കാം L3 cache. അത് CPU-നകത്ത് ബിൽറ്റ് ചില സ്പെഷ്യലൈസ്ഡ് പ്രോസറിനകത്ത് CPU-നകത്ത് CPU മോഡ്യൂളിനകത്ത് തന്നെ ഉണ്ട്, ചിലതിനകത്ത് മദർ ബോർഡിലായിരിക്കും ഉള്ളത്. Typically, its memory performance is lower compared to L2 cache, but is still faster than the main memory. കാരണം ഹയറാർക്കിക്കൽ ഓർഗനൈസേഷൻ നോക്കുമ്പോൾ ഏറ്റവും സ്പീഡ് കൂടിയത് L1 cache, അത് കഴിഞ്ഞ് L2 cache, ഏറ്റവും സ്പീഡ് കുറവാണ് L3 cache-ന്. പക്ഷെ L3 cache-ന് സ്പീഡ് കുറവാണെങ്കിലും പ്രൈമറി മെമ്മറിയുടെ സ്പീഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതിന് സ്പീഡ് കൂടുതലാണ്. അപ്പം 3 cache മെമ്മറി എടുത്താലും L1 cache എടുത്താലും L2 cache എടുത്താലും L3 cache എടുത്താലും ഇത് മൂന്നിനും പ്രൈമറി മെമ്മറിക്കാളും സ്പീഡ് ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ സ്പീഡ് ഉള്ളത് L1 cache, അത് കഴിഞ്ഞ് L2 cache, അത് കഴിഞ്ഞ് L3 cache. 3-level cache organization. ഇതാണ് ഒരു 3-level cache organization. ഏറ്റവും ഇടതുവശത്ത് CPU, ഏറ്റവും വലതുവശത്ത് മെയിൻ മെമ്മറി, ഈ രണ്ടിനും ഇടയ്ക്ക് L1 cache, L2 cache, L3 cache. ശരിക്കും കൺസെപ്റ്റൽ ഡയഗ്രാം ഇവിടെ കാണിച്ചിരിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ L1 cache എന്നുള്ളത് പ്രോസറിനകത്താണ്, L2 cache പ്രോസറിന് വെളിയിലാണ്, L3 cache ചില സിറ്റുവേഷനിൽ പ്രോസറിനകത്തും വരാം, ചില സിറ്റുവേഷനിൽ മദർ ബോർഡും വരാം. പക്ഷെ ഇവിടെ നമ്മൾ ആ സ്പീഡ്നെസ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പം L1 cache ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ്. അതിനേക്കാളും കുറച്ചും കൂടെ സ്പീഡ് കുറവായിരിക്കും L2 cache. ഈ 3 cache മെമ്മറിയിലും വെച്ച് ഏറ്റവും സ്പീഡ് കുറവാണ് L3 cache. CPU ആയിട്ട് നോക്കുമ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് L1 cache, അത് കഴിഞ്ഞ് L2 cache, അത് കഴിഞ്ഞ് L3 cache. ഈ 3 cache മെമ്മറിയും CPU-നും മെയിൻ മെമ്മറിക്കും ഇടയ്ക്കാണ്. അതിൽ ശരിക്കും പറഞ്ഞാൽ L1 cache പ്രോസറിനകത്തായിരിക്കും, L2 cache സ്ട്രിക്ട്ലി പ്രോസറിന് വെളിയിലായിരിക്കും, L3 cache അകത്തും വെളിയിലും വരാം. ഇതിന്റെ യൂസ് 3-level cache ഓർഗനൈസേഷന്റെ പ്രയോജനം എന്തോന്ന് വെച്ചാൽ, multi-level caches is one of the techniques to improve cache performance by reducing the miss penalty. നമ്മൾ നേരത്തെ പറഞ്ഞു ഹിറ്റും മിസ്സും. പ്രോസറിന് ആവശ്യമുള്ള ഡേറ്റ ക്യാഷ് മെമ്മറിയിൽ ഉണ്ടെങ്കിൽ ഹിറ്റ്, അതേസമയം പ്രോസസറിന് ആവശ്യമുള്ള ഡേറ്റ ക്യാഷ് മെമ്മറിയിൽ ഇല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ മിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ ശരിക്കും നമുക്ക് ഈ 3-level cache ഓർഗനൈസേഷനിൽ 3 cache യൂസ് ചെയ്യുന്നുണ്ട്. L1 cache യൂസ് ചെയ്യുന്നുണ്ട്, L2 cache യൂസ് ചെയ്യുന്നുണ്ട്, L3 cache യൂസ് ചെയ്യുന്നുണ്ട്. എന്തായാലും അതിൽ ഏറ്റവും സ്പീഡ് കുറഞ്ഞ L3 cache എടുത്താൽ പോലും അതിന്റെ സ്പീഡ് ഏതിനേക്കാളും കൂടുതലാണ്? റാമിനെക്കാളും, എന്ന് വെച്ചാൽ പ്രൈമറി മെമ്മറിയെക്കാളും കൂടുതലാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ 3 cache മെമ്മറി എടുത്തു കഴിയുമ്പോൾ ഇവിടെ ഈ കമ്പ്യൂട്ടറിൽ ടോട്ടലി അവൈലബിൾ ആയിട്ടുള്ള ക്യാഷ് മെമ്മറിയുടെ സൈസ് കൂടുതലാണ്. ക്യാഷ് മെമ്മറിയുടെ സൈസ് കൂടുന്തോറും ഹിറ്റ് വരാനുള്ള സിറ്റുവേഷൻ കൂടും. എന്ന് പറഞ്ഞാൽ മിസ് വരാനുള്ള സിറ്റുവേഷൻ കുറയും. കാരണം ഏത് സിറ്റുവേഷനിലാണ് മിസ് വരുന്നത്? പ്രോസസറിന് ആവശ്യമുള്ള ഡേറ്റ ക്യാഷ് മെമ്മറി ഇല്ലെങ്കിലേ മിസ് വരൂ. ഇവിടെ നമുക്ക് 3 cache ഉണ്ട്, L1 cache ഉണ്ട്, L2 cache ഉണ്ട്, L3 cache ഉണ്ട്. അപ്പൊ ഈ 3 cache-ലും ഇല്ലെങ്കിൽ മാത്രമേ ഇവിടെ മിസ് വരൂ. ഏതെങ്കിലും ഒരു ക്യാഷിൽ ഉണ്ടെങ്കിൽ, L1 cache ആയിരുന്നാലും L2 cache ആയിരുന്നാലും L3 cache ആയിരുന്നാലും, ഇതിൽ ഏതെങ്കിലും ഒരു ക്യാഷിൽ ഉണ്ടെങ്കിൽ അതെപ്പോഴും ഹിറ്റ് സിറ്റുവേഷൻ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ 3-level cache ഓർഗനൈസേഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഓൾ ടുഗദർ ആ കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആകുന്ന ക്യാഷ് മെമ്മറിയുടെ സൈസ് കൂടുതലാണ്. ക്യാഷ് മെമ്മറിയുടെ സൈസ് കൂടുന്തോറും ഹിറ്റ് വരാനുള്ള പെർസെൻറ്റേജ് ആണ് കൂടുന്നത്, മിസ് വരാനുള്ള പെർസെൻറ്റേജ് കുറയും. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹിറ്റ് വരുമ്പോഴാണ് ക്യാഷിന്റെ പെർഫോമൻസ് വരുന്നത്. അപ്പൊ ഇവിടെ ക്യാഷിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എങ്ങനെ? മിസ് പെനാൽറ്റി. ആ മിസ് വരുന്ന സിറ്റുവേഷൻ ആണ് മിസ് പെനാൽറ്റി ഉദ്ദേശിക്കുന്നത്. കാരണം അതൊരു പെനാൽറ്റിയാണ്. കാരണം മിസ് വന്നു കഴിഞ്ഞാൽ പിന്നെ പഴയ പോലെ പ്രൈമറി മെമ്മറിയിൽ നിന്ന് എടുക്കാനേ പറ്റൂ. അപ്പൊ അത്രയും സ്ലോനെസ് അവിടെ വരും. അപ്പൊ ഇവിടെ multi-level cache ഉള്ളതുകൊണ്ട് തന്നെ ഇൻ എഫക്ട് ക്യാഷിന്റെ ടോട്ടൽ സൈസ് കൂടി, അതുകൊണ്ട് തന്നെ ഹിറ്റ് വരാനുള്ള സാധ്യതയാണ്
ഇവിടെ മിസ് വരാനുള്ള സാധ്യതയെക്കാളും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മിസ് വരാനുള്ള സാധ്യത നമ്മൾ റെഡ്യൂസ് ചെയ്യും. അത് ഇതിന്റെ ഒരു 3 ലെവൽ ക്യാഷ് ഓർഗനൈസേഷന്റെ മെറിറ്റ് ആയിട്ട് നമുക്ക് പറയാം. ഇതാണ് കമ്പ്യൂട്ടറിന്റെ ക്യാഷ് മെമ്മറി. ഓക്കെ, താങ്ക് യു വെരി മച്ച്.